ഷുവറായിട്ട് ഓസ്കാർ കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് മൂവീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത മൂവീസിനായിരുന്നു ഈ വർഷത്തെ ഓസ്കാർ അവാർഡ്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉള്ള ഒരു ഓസ്കാർ നോമിനേഷൻ ആയിരുന്നു 2025. ആൻഡ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഓസ്കാർ വാരിക്കൊണ്ടുപോയ മൂവിയാണ് അനോറ മൂവി ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. ഫാമിലിയായിട്ടൊന്നും പോയി കാണരുത്. പിന്നെ അത് നിങ്ങളുടെ അവസാനത്തെ മൂവി ആയിരിക്കും. ഒരു 18+ ആയിട്ടുള്ള മൂവിയാണ്. മൊത്തം 5 ഓസ്കാർ അവാർഡ്സ് ആണ് ഈ ഒരു മൂവി ഈ വർഷം വിൻ ചെയ്തിട്ടുള്ള. ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് റൈറ്റിംഗ്. ഞാൻ ഈ ഒരു മൂവിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഓൾറെഡി ചെയ്ത ബെസ്റ്റ് ഓഫ് 2024 എന്നൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓസ്കാർ അവാർഡ് കിട്ടാൻ മാത്രം അത്ര കിടിലം മൂവിയാണ് അനോറ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു മൂവി IFFKയിലാണ് കാണുന്നത്. ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവി ആയിട്ടാണ് എനിക്ക് ആ ഒരു മൂവി ഫീൽ ചെയ്തത്. അങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു പക്ക അവാർഡ് മൂവി ആയിട്ടൊന്നുമല്ല. എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ബെസ്റ്റ് മൂവി ഞാൻ വിചാരിച്ച് ബ്രൂട്ടലിസ്റ്റിലായിരിക്കും. പക്ഷെ അതിന് കിട്ടിയിട്ടുള്ള ബെസ്റ്റ് ആക്ടറാണ്. അത് ഷുവറായിരുന്നു. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫറൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു മൂവി ഇതിനേക്കാളും കുറച്ച് ഡിസേർവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അനോറയിലോട്ട് വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല, നൈസ് മൂവിയാണ്. പക്ഷേ അതിനേക്കാളും മികച്ച മൂവിയായിട്ട് എനിക്ക് ബ്രൂട്ടലിസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, നല്ലൊരു കിടിലം മൂവി ആയിരുന്നു. നല്ല കിടിലം സ്റ്റോറി ടെല്ലിങ്ങും പ്രസന്റേഷനും നല്ലൊരു അടിപൊളി എക്സിക്യൂഷനുള്ള മൂവി ആയിരുന്നു. ഈ ഒരു മൂവി ദ ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് മൂവി എന്നൊരു ടൈറ്റിലിന് വളരെ ഡിസേർവിംഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മൂവിക്ക് കിട്ടിയിട്ടുള്ള 3 അവാർഡ്സ് ആണ്: ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ആൻഡ് ബെസ്റ്റ് സ്കോർ. പക്ഷേ അതിനേക്കാളും ഒരുപാട് അവാർഡ്സ് ഡിസേർവ് ചെയ്ത ഒരു മൂവിയാണ്. അത്ര കിടിലം മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ സ്റ്റോറിയും അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷനൊക്കെ എടുത്ത് പറയാം. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ആഡ്രൻ ബ്രോഡിയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അത്ര കിടിലായിരുന്നു സിനിമയിൽ. സിനിമയെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും എടുത്ത് പറയാം. കാരണം അത്ര കിടിലം മൂവിയാണ്. ഒരു ലോങ് മൂവിയാണ്, 3 hours ഒക്കെ അടുപ്പിച്ചുണ്ട്. പക്ഷേ ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങും പ്രസന്റേഷനും ക്യാരക്ടർ പെർഫോമൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു കിടില മൂവിയാണ്. ബെസ്റ്റ് ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു മൂവിയും കൂടിയാണ്. സോ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടി ഞാൻ ചെയ്യാം. ആൻഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോളിന് ഓസ്കാർ കിട്ടിയിരുന്നത് കിരൺ കെല്ലിനാണ്. റിയൽ പേ എന്നുള്ള മൂവിയാണ്. ഞാനത് കണ്ടിട്ടില്ല. എന്തായാലും അത് കണ്ടിട്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ആൻഡ് ബെസ്റ്റ് ആക്ട്രസ് ഓസ്കാർ കിട്ടിയിരിക്കുന്നത് അനോറയ്ക്കാണ്, മിക്കി മാഡ്സൺ. പുള്ളിക്കാരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സിനിമയിൽ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ, ആ ഒരു സ്ട്രിപ്പറായിട്ടുള്ള പുള്ളിക്കാരുടെ ക്യാരക്ടർ പ്രസന്റേഷനും അതിനുശേഷം പുള്ളിക്കാരുടെ ലൈഫിൽ നടക്കുന്ന ഇവന്റ്സും ആ ഒരു ഇമോഷൻസും എല്ലാം പുള്ളിക്കാരി അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് കിട്ടിയിരിക്കുന്നത് സോയ് സാൽനയ്ക്കാണ് ഫോർ ദ മൂവി എമിലെ പേഴ്സ്. ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ടില്ല. എന്തായാലും കണ്ടിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. പക്ഷേ ഈ ഒരു മൂവി റിലീസായ സമയത്ത് ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആയ മൂവിയാണ്. ഭയങ്കര ക്രിഞ്ചാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു അവാർഡിന് പോകുന്നത് അല്ലെങ്കിൽ നോമിനേഷന് പോകുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മൂവി കണ്ടു നോക്കണം. ആൻഡ് ബെസ്റ്റ് ആനിമേഷൻ മൂവി കിട്ടിയിരിക്കുന്ന ഫ്ലോ ആണ്. ഫ്ലോ ഞാൻ ഓൾറെഡി കണ്ട മൂവിയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഒരു കിഡിലെ മൂവിയായിരുന്നു കേട്ടോ. വലിയ ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പൂച്ചസാറിൻ്റെ ഒരു ജീവിത കഥയാണ്. ഒരു ചെറിയ ഇവൻറ്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ്. ആൻഡ് ഇഫ് ഐ ആം നോട്ട് റോങ്, വലിയൊരു ബിഗ് ബഡ്ജറ്റ് കമ്പനിയോ അല്ലെങ്കിൽ വലിയ ബിഗ് ബഡ്ജറ്റോ അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ അല്ല ഈ മൂവി ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റിലാണ് ഈ ഒരു എൻറ്റയർ മൂവി ഒരു ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. അതായത് വലിയൊരു സപ്പോർട്ടിങ്, വലിയ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ് അങ്ങനെയൊന്നും ഇല്ലാതെ വന്ന് ഓസ്കാർ അടിച്ചിട്ട് പോയ ഒരു മൂവിയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്ന ഫ്ലോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈൽഡ് റോബോട്ട് ഉണ്ടായിരുന്നു, ഇൻസൈഡ് ഔട്ടും ഉണ്ടായിരുന്നു. പക്ഷേ വൈൽഡ് റോബോട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ചു ആ ഒരു മൂവിക്ക് എന്തായാലും ഒരു ഓസ്കാർ ഷുവർ ആയിരിക്കുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ആൻഡ് ഓസ്കാർ ഫോർ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി കിട്ടിയിരിക്കുന്ന ബ്രൂട്ടലിസ്റ്റ് മൂവിക്കാണ്. ലോൽ കർലി കിട്ടില്ല സിനിമാറ്റോഗ്രഫി ആയിരുന്നു. ഒരുപാട് കിടിലം ഫ്രെയിംസ് ഉണ്ട്. അതായത് ആ ഒരു മൂവിയുടെ സ്റ്റോറി പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് വിഷ്വൽസും ആ ഷോർട്സും ഒക്കെ വേറെ ലെവലായിരുന്നു. എന്തായാലും ഞാൻ ഡീറ്റെയിൽ വീഡിയോയിൽ അത് എടുത്ത് പറയാം. ആൻഡ് ഓസ്കാർ ഫോർ ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് എഡിറ്റർ കിട്ടിയിരിക്കുന്ന സീൻ ബീക്കറിനാണ് ഫോർ ദ മൂവി അനോറ. ആൻഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിരിക്കുന്ന ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറയുന്ന മൂവിയാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല, കണ്ടു നോക്കണം. ആൻഡ് ഞാൻ ഒരുപാട് പ്രതീക്ഷ വെച്ച ഒരു മൂവിയാണ് ഡ്യൂൺ പാർട്ട് 2. ആ ഒരു മൂവിക്ക് 2 ഓസ്കാറാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് VFXനും ഒന്ന് സൗണ്ടിനും. VFXനെ എടുത്ത് പറയണം, കാരണം അമ്മാതിരി ലെവൽ ഓഫ് VFX ആയിരുന്നു. ഞാൻ ആ ഒരു മൂവിയുടെ ഡീറ്റെയിൽ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. VFX വാസ് ലൈക്ക് വേറെ ലെവലായിരുന്നു. അത് ഓരോ ഷോട്ടും അമ്മാതിരി കിടൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിരിക്കുന്ന മൂവിയാണ് ഐ എം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത്. ബ്രസീലിയൻ മൂവിയാണ്. അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ആൻഡ് ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് മേക്കപ്പ് സബ്സ്റ്റൻസ് എന്ന മൂവിയാണ്. മൂവിയും അടിപൊളിയായിരുന്നു. നല്ലൊരു കിട്ടിലെ മൂവിയായിരുന്നു. ഓൾറെഡി ഞാൻ ആ മൂവിയെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വരുവാണെങ്കിൽ തന്നെ ഒരു വേറെ ലെവലായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ മൂവിയിൽ ഓരോ സീക്വൻസിലും ആ ഒരു ക്യാരക്ടറിലൂടെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം CG ഒന്നും യൂസ് ചെയ്യാതെ മേക്കപ്പിലൂടെ തന്നെ അത് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഇതും ഒരു 18+ മൂവിയാണ്. ഒരിക്കലും ഫാമിലി ആയിട്ടൊന്നും പോയി ഇരുന്ന് കാണരുത്. ഈ ഒരു മൂവി IFFK ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ആൻഡ് ആ ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് അത് ഓഫ്കോഴ്സ് അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്. ആൻഡ് ബെസ്റ്റ് മ്യൂസിക് സ്കോർ എന്നൊരു കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിരിക്കുന്ന ബ്യൂട്ടലിസ്റ്റിനാണ്. അത് വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്. ആൻഡ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള ഓസ്കാർ കിട്ടിയിരിക്കുന്നത് കോൺക്ലേവിനാണ്. കോൺക്ലേവ് കിട്ടില്ല സ്റ്റോറിയാണ്. ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. റോമി നടക്കുന്ന ആ ഒരു ഇലക്ഷനും അല്ലെങ്കിൽ പോപ്പിൻ്റെ മരണശേഷം പിന്നീട് നടക്കുന്ന ഇലക്ഷൻസൊക്കെ എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും അടിപൊളിയായിരുന്നു. ഒരു മൂവിയും അടിപൊളിയായിരുന്നു. അതിന് ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷയായിരുന്നു ഓക്കെ ഓസ്കാർസ്. പക്ഷേ ആകെ ഒന്നും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ബെസ്റ്റ് റൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് അനോറയ്ക്കാണ്. ആ ഒരു റൈറ്റിംഗ് ഏകദേശം കുഴപ്പമില്ല, നൈസാണ്. പക്ഷേ അത്ര വലിയ ഡിസേർവിംഗ് ആണോ ചോദിച്ചാൽ എനിക്ക് അധികം ഇല്ല. കാരണം അതിനേക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഈ ഒരു നോമിനേഷനിൽ ഉണ്ടായിരുന്നു. അനോറയുടെ ഒരു സ്ക്രീൻ പ്ലേ
നോക്കുവാണെങ്കിൽ തന്നെ ഒരു സ്ട്രിപ്പർ ഒരു റിച്ച് ആയിട്ടുള്ള ബോയെ കാണുന്നതും പിന്നീട് അവരുടെ ലൈഫിൽ നടക്കുന്ന ഇവൻസും ഇമോഷൻസും ഒക്കെയാണ്. പക്ഷേ അത് നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസേർവിംഗ് ആണോ ചോദിച്ചാൽ അതിനേക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള നമ്മളെ ബ്രൂട്ടലിസ്റ്റ് ഉണ്ടായിരുന്നു, കോൺക്ലേവ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് മൂവീസൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടിയിരിക്കുന്ന വിക്രം എന്നൊരു മൂവിക്കാണ്. ഞാനത് കണ്ടിട്ടില്ല, എന്തായാലും കണ്ടു നോക്കണം. ആൻഡ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ ഓസ്കാർ ഇട്ടിരിക്കുന്ന മൂവിയാണ് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ഇതും ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും കണ്ടു നോക്കണം. സോ ഇതൊക്കെയാണ് ഈ വർഷത്തെ ഓസ്കാർ കിട്ടിയ മൂവീസ്. ഞാൻ പ്രതീക്ഷ ഒരുപാട് മൂവീസ് ഉണ്ടായിരുന്നു, അതിനൊന്നും കിട്ടിയില്ല. ആകെ 1-2 അവാർഡ് മാത്രമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ മൂവീസിനൊക്കെ ആയിരുന്നു ഒരുപാട് ഓസ്കാർസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഓസ്കാർ കിട്ടിയിട്ടുള്ള ബെസ്റ്റ് മൂവി ആയിട്ടുള്ള അനോറയും ബെസ്റ്റ് ആനിമേറ്റഡ് മൂവി ആയിട്ടുള്ള ഫ്ലോയും ആൻഡ് ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള ആഡ്രൻ ബ്രോഡിയുടെ ബ്രൂട്ടലിസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഈ വർഷത്തെ ഓസ്കാർ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.